കോട്ടയം സ്വദേശി അനന്തുവിന്റെ മരണമൊഴിയിൽ പ്രതിക്കൂട്ടിലായി RSS കാഞ്ഞിരപ്പള്ളിയിൽ ആരോപണ വിധേയനായ നിതീഷ് മുരളീധരന്റെ സ്ഥാപനം ഡിവൈഎഫ്ഐക്കാർ അടിച്ചു തകർത്തു. ലൈംഗികമായി ചൂഷണം ചെയ്തുവെന്ന ആരോപണം നിഷേധിച്ച നിതീഷ് മുരളീധരൻ അനന്തു വിഷാദരോഗിയെന്നാണ് പോലീസിന് മൊഴി നൽകിയത്. RSSനെയും കാഞ്ഞിരപ്പള്ളിയിലെ പ്രാദേശിക RSS നേതാവായിട്ടുള്ള നിതീഷ് മുരളീധരനെയും വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന അനന്തു അജിയുടെ വീഡിയോ ദൃശ്യങ്ങൾ. ഞാനിന്നവിടെ വന്നിരിക്കുന്നത് എന്റെ മരണമൊഴിയായിട്ടാണ്. എല്ലാവരും ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. 3-4 വയസ്സുള്ളപ്പോൾ മുതൽ നിതീഷ് ഇങ്ങനെ തുടർച്ചയായി തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടെന്നും അതായത് താൻ മാത്രമല്ല ഇരയെന്നും മറ്റു കുട്ടികൾ കൂടി തന്റെ സമപ്രായക്കാരായ മറ്റു കുട്ടികൾ കൂടി ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്നും ഈ വീഡിയോയിൽ അനന്തു പറയുന്നുണ്ട്. ഡൗട്ട്ഫുൾ ആയിരിക്കും. എന്തിനായിരിക്കും ഇങ്ങനെ ചെയ്തത്, എന്തിനായിരിക്കും സൂസൈഡ് ചെയ്യുന്നത്, ഇതിനൊക്കെ ഒരു ഉത്തരം ഈ വീഡിയോയിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതേസമയം ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയാണ് ഈ ആരോപണ വിധേയനായിട്ടുള്ള നിതീഷ് മുരളീധരൻ. കഴിഞ്ഞ ദിവസം തമ്പാനൂർ പോലീസ് തമ്പലക്കടത്തി നിതീഷ് മുരളീധരന്റെയും അനന്തുവിന്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും ഒക്കെ തന്നെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നതാണ് നിതീഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത്. നിതീഷിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ഇന്നും കാഞ്ഞിരപ്പള്ളി ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഞാനതിന് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഒരു ചെറുപ്പക്കാരൻ വീഡിയോയിലൂടെ പറയുകയാണ് തനിക്ക് നേരിടേണ്ടി വന്ന ദുരന്ത അനുഭവം. RSS ക്യാമ്പുകളിൽ നടക്കുന്ന ഇത്തരം മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് അന്വേഷണം വേണം, അന്വേഷണം നടത്തണം. അവിടെ ഭരിക്കുന്ന ഞങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ അന്വേഷണം നടത്തണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി എന്താ ചെയ്യണ്ട? നിഷ്പക്ഷമായിട്ടുള്ള എന്തിനെ പറ്റി അന്വേഷിക്കട്ടെ. ആരോപണ വിധേയനായിട്ടുള്ള നിതീഷിന്റെ കട ഡിവൈഎഫ്ഐ പ്രവർത്തകർ പൂർണ്ണമായും അടിച്ചു തകർത്തു. ഇരുപത് വർഷത്തിന് മുൻപ് നടന്ന സംഭവമാണ്. കൃത്യമായ രീതിയിലുള്ള തെളിവുകളില്ല, സാക്ഷികളില്ല. അതുകൊണ്ട് തന്നെ ഈ കേസ് എങ്ങനെ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നത് സംബന്ധിച്ച് പോലീസിലും ചില സംശയങ്ങളൊക്കെ തന്നെ ഉണ്ട്. കോട്ടയത്ത് നിന്ന് ജോബിൻ തേക്കടിക്കൊപ്പം ഷിനോദസ്റ്റി, മാതൃഭൂമി ന്യൂസ്. വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മരണമൊഴി ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തേക്ക് വരുന്നത്. പല ഘട്ടങ്ങളിലായി പല തെളിവുകളും അല്ലെങ്കിൽ മൊഴികളും ഒക്കെ തന്നെ പുറത്തേക്ക് അനന്തുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു. അപ്പോൾ RSS പ്രതിക്കൂട്ടിലാണോ? RSSന്റെ നേതൃത്വം ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ടോ? കൃത്യമായ വിശകലനത്തിലേക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഡി പ്രമേഷ് കുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട് ഡെസ്കിൽ നിന്നും. പ്രമേഷ് ഏട്ടാ, ഈ വിഷയം ഒരു ചെറിയ സംഘടനയ്ക്കെതിരെ അല്ല വരുന്നത്. 100 വർഷം പൂർത്തിയാക്കിയ സംഘടനാശേഷിയുള്ള കരുത്തുറ്റ ഒരു സംഘടനയുടെ സംവിധാനം, അവിടെ നടക്കുന്ന അവരുടെ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട അവരുടെ പ്രവൃത്തികൾക്കിടെ നടക്കുന്ന ഒരു ആരോപണമായിട്ടാണ് ഈ മരിച്ച അനന്തു ഉയർത്തുന്നത്. അപ്പോൾ എത്രത്തോളം ഗൗരവത്തോടുകൂടി നമുക്ക് ഈ വിഷയത്തെ സമീപിക്കേണ്ടി വരും? നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിലൊരു നിയമപരമായിട്ടുള്ളൊരു ഉത്തരം നമുക്ക് ലഭിച്ചിട്ടില്ല. അതിനേക്കാളുപരി RSS എന്ന സംഘടന പ്രതിക്കൂട്ടിലാകുന്നുണ്ടോ ഈ വിഷയത്തിൽ? ഇതിനകത്ത് നിയമപരമായിട്ടുള്ള വിഷയമാണ്. ഈ മരണത്തെ തുടർന്ന് ഇപ്പോൾ നടപടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ മരിച്ച അനന്തുവിൻ്റെ മരണമൊഴി അയാൾ ഇൻസ്റ്റഗ്രാമിൽ രേഖപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്ത വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു ആത്മഹത്യ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ പ്രേരണ കുറ്റം തെളിയിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും പ്രഥമ ദൃഷ്ട്യാ ഇവിടെ പ്രതിയുടെ പേര് അയാൾ തന്നെ പുറത്തു പറയുന്നുണ്ട്. പോലീസ് നടപടിയിലോട്ട് കടക്കേണ്ടതാണ്. അറസ്റ്റിലടക്കം ഇത് വഴിതെളിക്കേണ്ടതാണ്. ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് RSS പോലുള്ളൊരു സംഘടന എപ്പോഴും അവർ അവകാശപ്പെടുന്നത് അവർ അച്ചടക്കത്തിൻ്റെ ഒരു സംഘടനയാണ്. വിദ്യാർത്ഥികളെ അച്ചടക്കം പരിശീലിപ്പിക്കുന്ന ഒരു സംഘടനയാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറുപ്പത്തിലെ കുട്ടികളെ ആ ബാലഗോകുലം, അത് കഴിഞ്ഞ് RSS എന്നൊക്കെ പറഞ്ഞ് പല സംഘടനകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു സംഭവം ഇപ്പോൾ 100 വർഷം ആഘോഷിക്കുന്ന സംഘടനയ്ക്ക് ആ സംഘടനയെ പ്രതിരോധത്തിലാക്കുകയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ RSS സാധാരണ ആ സംഘടനയ്ക്കെതിരെ എന്ത് ആരോപണം ഉയരുമ്പോഴും അവരുടെ ഒരു പ്രതിരോധമുണ്ട്. അതാണ് ഇതിനകത്തും സ്വീകരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിമർശനം. ഇത് അന്വേഷിക്കണം എന്ന് പറയണം, പോലീസിനോട് അന്വേഷിക്കണം, ഈ മരണം അന്വേഷിക്കണം. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ കുറ്റക്കാരുണ്ടെങ്കിൽ സംഘടനാപരമായി അവർക്കും അന്വേഷിക്കാമല്ലോ. ഇങ്ങനൊരു RSSനൊപ്പം പ്രവർത്തിച്ച ഒരു യുവാവ് പിന്നീട് ജീവൻ ഒടുക്കേണ്ടി വന്ന് അദ്ദേഹം ഒരു മരണമൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ സംഘടനാപരമായി RSSനോ അങ്ങനെ ഒരു നടപടികൾ ഉണ്ടെങ്കിൽ
അവർക്കും അതിനകത്ത് ഒരു നടപടി സ്വീകരിക്കേണ്ടതാണ്, ഗൗരവമായി സ്വീകരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നത് RSS ഇതിൽ നടത്തിയിട്ടുള്ള ഒരു പരസ്യ പ്രതികരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനോട് ഇതിൻ്റെ ഗൂഢാലോചന അന്വേഷിക്കണം എന്നതാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു വിഷയം വന്നത് ചില ഗൂഢാലോചനകളെ തുടർന്നാണ് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണമാണ് വന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും RSSനെ പോലുള്ള ഒരു സംഘടന തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. സാംസ്കാരിക സംഘടന എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വിദ്യാർത്ഥികളെ ഉൾപ്പെടെയുള്ള ഇത്തരം ഒരു സംഘടനയിൽ ഇങ്ങനൊരു ഒരു സംഭവം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും അന്വേഷണവും അതിൻ്റെ നടപടികളും ഉണ്ടാകേണ്ടതാണ്.